ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. കുംഭകർണൻ രാമലക്ഷ്മണന്മാരുമായുള്ള യുദ്ധം അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കുമെന്ന് ഒരിക്കലും പറയാനാവാത്ത വിധം ഇരുപക്ഷത്തും വലിയ രീതിയിലുള്ള ക്ഷതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് യുദ്ധം മുന്നോട്ട് പോവുകയാണ്. കുംഭകർണനാകട്ടെ ധാരാളം വാനരന്മാരെ അടിച്ചും കുത്തിയും അസ്ത്രമയച്ചും വാളുകൊണ്ടും ഖഡ്ഗങ്ങൾ കൊണ്ടും ഒക്കെ ഒന്ന് തള്ളുകയായിരുന്നു. ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാസാവിരത്തിലൂടെ പുറപ്പെടും. പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോവരനുമന്നേരം നിരൂപിച്ചു. ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടതു അടുത്താനതു കണ്ടു വേഗേന ബാണം ഒഴിച്ചു രഘൂത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും. രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്തമേതു ഖണ്ഡിച്ചാനതു വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ. പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ടു ഉത്തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്രികൾ വായിൽ നിറച്ചു. രഘൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോരസ്ത്രമെയ്തു ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞന്തിയിൽ വീണിതു ദേഹവുമന്നേരം. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യകയക്ഷ ഭുജംഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നക താപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമമദ്വയം. ദേവലോകത്ത് നിന്ന് മുഴുവൻ ദേവന്മാരും യക്ഷ കിന്നരന്മാരും എല്ലാവരും രാമനെ സ്തുതി ചെയ്യുകയാണ്. ചിൽ പുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപദേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങൾ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായ ബലവശാൽ. കഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടു കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം പൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമ രമാവതേ. പാതിയും പോയി ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ. ഭൂകീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര. ജയിക്ക ജയിക്ക നീ. ഇതം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ. കുംഭകർണന്റെ വധം കഴിഞ്ഞപ്പോൾ നാരദാദി മുനികളൊക്കെ ആകാശമാർഗത്തിലൂടെ വന്ന് ശ്രീരാമനെ സ്തുതിച്ച് പാടുകയാണ്. ഈ ലോകത്തില് എല്ലാവിധ വ്യഥകളിൽ നിന്നും മോചനം ലഭിക്കാൻ രാമ നിന്റെ പാദങ്ങൾ തന്നെ ആശ്രയം. അവിടുത്തെ നാമം എപ്പോഴും ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തിലെങ്ങും സഞ്ചരിക്കാൻ എനിക്ക് കഴിവുണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നാരദൻ ചെയ്യുന്നത്.
ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞ് നാരദൻ ബ്രഹ്മലോകത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാർ ഏറ്റവും. എന്തിനി നല്ലതു ശങ്കരാ ദൈവമേ യുദ്ധം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടപ്പനും തീർത്തങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാനനുഗ്രഹിക്കണമേ. എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. അനുവാദം വാങ്ങിക്കൊണ്ട് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. അതിശക്തനാണ്. ഒരു പക്ഷേ ഒരു അല്പമെങ്കിലും രാവണനേക്കാൾ ശക്തി കൂടുതലാണോ ഇന്ദ്രജിത്തിനെ എന്നേ സംശയിക്കാറുള്ളൂ. അത്രമാത്രം വീരനാണ് രാവണപുത്രനായ മേഘനാഥൻ അഥവാ ഇന്ദ്രജിത്ത്. വൃക്ഷങ്ങൾ വെന്തുമുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാം മർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100 200 500 അമ്പുകൾ കൊണ്ടു വിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണീടിനാർ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈന്ദനും 5 ഗജത്തിലും 90 ബാണം നടനും തറച്ചിതവണ്ണമേറ്റു. ഗന്ധർമാദനന്റെയിലും ഈരമ്പൊരേറ്റിതു നീലനും 30 നീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും. 6 പരസനും 7 വിനതനും 6 സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 50 കൂടെ വന്നേറ്റിതു. 10 ശതാവലിക്കുമ്പതും ധൂമ്രനും 10 മുരട്ടും പ്രമാദിക്കുമേറ്റിതു. 10 പുനരു 25 ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദതിമുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവയനും 5 ശരഭനും 3 ഒരു 4 സുമുഖനും ദുർമുഖനേറ്റിൽ 24 അമ്പ്. സമാനമായ 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടെ 80 അഗ്നിവദനനും അംഗതന്മേൽ 75 കൊണ്ടിതു. തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. ഇത്തം കവികുലനായകന്മാർ 67 കോടിയും വീണിതുകൂതലേ. എത്ര കൃത്യമായ കണക്കുകളാണ്! ഓരോ വാനരന്മാരുടെ നെയ്യിലും തറച്ചിരിക്കുന്ന അമ്പുകളുടെ എണ്ണം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇത്രമാത്രം സൂക്ഷ്മമായ അമ്പേറ്റു നടത്തുന്ന അതി നിപുണനായ ശസ്ത്രവിശാരദനായ യോദ്ധാവാണ് മേഘനാഥൻ അഥവാ ഇന്ദ്രജിത്ത് എന്ന് കവി സവിസ്തരം പ്രസ്താവിക്കുകയാണ്. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായി ഇതുലോകവും കൗണവാദീശ ജയത്തിനാൽ ഖണ്ഡധാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരും നീടിനാൻ. ലേഖസമൂഹവും മാർഗീകദാശയ കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പൂക്കുവൻ. മേലിലാപത്തു ഞാൻ എന്നോർത്തു ഓർക്കണം കൈവിട്ടു അഗ്നി നീടിനാ. പുള്ളിയും മിന്നി കുടിക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണം എന്നോർത്തവനും സദാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവർ ഇതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നീടിനാർ. പിന്നെയും പാദോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു. കണ്ണുമിരിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ കോപിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ. നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ. കണ്ണുമിരിച്ചുകൂടാരുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ.
രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ. പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ എന്തെടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികൾ അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിരുന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചീരെന്നവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല. നീ എന്നിയേ പോക വേണം, നീ ഹിമവാനെയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം കൈലാസ സന്നിധിയിലിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിക നീ. നാലുണ്ടു ദിവ്യൌഷധങ്ങളവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നെടോ, പിൻപു സന്ധാനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം അവരണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നും അറിക നീ. അങ്ങനെ വിഭീഷണനും ജാമ്പവാനും അന്വേഷിക്കുകയാണ് മാരുതി ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ ഇനി കാര്യമുള്ളൂ. മേഘനാഥന്റെ അസ്ത്രങ്ങളേറ്റ് എല്ലാവരും ബോധമറ്റ് കിടക്കുകയാണ്. അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മൃതസഞ്ജീവിനി അന്വേഷിച്ച് മാരുതി പുറപ്പെടുകയാണ്. ഹിമവാനിന്റെ അപ്പുറത്തുള്ള കൈലാസ പർവ്വതത്തിൽ വിവിധ തരത്തിലുള്ള ഔഷധങ്ങളെ അന്വേഷിച്ച് മാരുതിയുടെ യാത്രയാണ്. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവും ഔഷധാവാസമൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതിന്നില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നെൻപോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ നീർത്തിയിടിനാൻ. വൻ പടയ്ക്കന്നേരം കൊണ്ടൽ നീർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദനായി വന്നിരേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായെങ്കിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു. പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തം ജരേന്ദ്ര നിയോഗേന രാക്ഷസർവാരാൻ നിധിയിട്ടിടിനാൻ എന്നതു കാരണം ജീവിച്ചതിൽ രക്ഷോഗണം. അങ്ങനെ ഹനുമാൻ പോയി പർവ്വതത്തിൽ നിന്നും ആ മൃതസഞ്ജീവിനി അടങ്ങിയ ഔഷധഭാഗം പൊക്കി കയ്യിലെടുത്ത് രാമചന്ദ്രന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അതിന്റെ ഗന്ധമേറ്റ് ബോധരഹിതരായ എല്ലാ വാനരന്മാരും തിരികെ ജീവനോട് വന്നു. എന്നാൽ രാക്ഷസന്മാരെയൊക്കെ എടുത്ത് സാഗരത്തിൽ എറിഞ്ഞതുകൊണ്ട് അവർക്കാർക്കും ജീവൻ തിരിച്ചു കിട്ടിയതുമില്ല. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായെടുത്തു. കവികളും ഏറ്റുമീറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതെ ഓരോ രാക്ഷസ വീരരും മുറ്റുകയില്ല. ഹോമം നമുക്കിങ്ങിനി പറ്റലരയെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു. രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം കൊണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലെ അത്തറമേലേറി നിന്നു ദശാനനപുത്രനു വന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞീല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു
നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്തിത് ഇവൻ ഇനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിരിന്ദ്രജിത്തും അത്യർത്ഥ അസ്ത്രങ്ങളെയ്തിടിനാൻ. പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥ ശസ്ത്രങ്ങളെയ്തയച്ചീടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണപാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പൃഥിവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നുതെന്നേ ചൊല്ലാവൂ. വല്ലാത്ത വിഷമമാണ് ഇന്ദ്രജിത്തിന് തോന്നിയത്. എന്നിട്ട് വിഭീഷണോട് പറയാം, ഈ രാക്ഷസ വംശത്തിന് മുഴുവൻ നാശം വരുത്താൻ വേണ്ടി ശത്രുപക്ഷത്ത് പോയിട്ട് ചെല്ലുകയല്ലേ, എന്റെ പിതൃതുല്യനായ അവിടുന്ന് വളരെ കഷ്ടമായി പോയി എന്ന് ഇന്ദ്രജിത്ത് പറയാം. ഗോത്ര വിനാശം വരുത്തും ജനങ്ങൾക്കു പാത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിക, നീ വംശം മുടിക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല. വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ഞാൻ അംശിമാനീ കുലനായകാനുഗ്രാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ. കുമാരന വിശേഷിച്ചും കണ്ണുകൊള്ളല്ലായിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവാൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാൻ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം മുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിരു നക്തഞ്ചരനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ജാപമെടുത്തു കുലച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ സത്വരം. ലങ്കയിൽ പുക്കുതേരും കൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതും നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ദൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംഭൂരുവം മാനസെ ചിന്തിച്ചുറപ്പിച്ചാൻ. അതു ചെന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാതൂണിയിൽ വന്നു കുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരം വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും
ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം ശങ്കാവിഹീനം ചെറുഞാണുലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം കൂപ്പിനാൻ ഗാഠമായ ലിംഗനം ചെയ്തു രാഘവനോടമോദം മുകർന്നീടിനാൻ മൂർധനീ ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. ലക്ഷ്മണ, നീ ചെയ്ത ഈ ഒരു കാര്യമാണ്. ഇന്ദ്രജിത്തിനെ കൊന്നതോടുകൂടി രാവണൻ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. രാവണന് എല്ലാ തരത്തിലുള്ള ധൈര്യവും രാവണന്റെ മനോബലം മുഴുവനും ചോർന്നു പോയി കാണും. ഇനി രാവണനെ കൊല്ലാൻ ഒരു പ്രയാസവുമില്ല എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയാം. രാവണൻ കരയാം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാരമണ്ഡോദരീ നന്ദന, ഹാ ഹാ സുകുമാര വീരമനോഹര, മൽ കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതും ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായതു. നമ്മയും പേടിയില്ലവർക്കാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാർ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണം എന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. രാവണൻ എന്തെന്നില്ലാത്ത കോപവും ദുഃഖവും ഒക്കെ വന്നാകെ തളർന്നുപോയി രാവണൻ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാഘവൻ പന്നകലോക സമാനമായി തീർത്തിരു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗവ്യാദി ഹോമായ സദവ്യങ്ങൾ തത്ര സമ്പാദിച്ചതു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം ബുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂമം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ, ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവരോട് തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായ അയച്ചിടുക സാമോദമാശു കപികുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം കുക്കു പുരപാലകന്മാരെയും കൊന്നു മർക്കടവീരൊരുമിച്ചനാകുലം വാരണവാതിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞുതത്ര. ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽ സരമനിജകര സംജ്ഞയാ സൂചിപ്പിച്ചിതു. ദശഗ്രീവ ഹോമസ്ഥലം ഹോമഗുഹാദ്വാരബന്ധന പാഷാണനാമേയ ഹീനം പൊടിപെടുത്തങ്കതൻ തത്ര ഗുഹൈലകം ബുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ. മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാതെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാൻ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും അപുണ്യ ജനാധിപനെ കണ്ടു വാനരർ താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സംജയം കുണ്ടത്തിലൊക്കെ ഒരിക്കലെ ഉപമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഘരാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാസുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. രാവണനാകട്ടെ രാമനെ കൊല്ലാനായി ഇനി ഹോമം തുടങ്ങുക മാത്രമേ ലക്ഷ്യമുള്ളൂ എന്ന് കണ്ട് ഗുഹയിൽ അടച്ചിരുന്ന് ഹോമത്തിലേക്ക് കടക്കുകയാണ്. പൂജാ വിധാനങ്ങളെ തെറ്റായ മാർഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ആരെങ്കിലും ലക്ഷ്യപ്രാപ്തി നേടിയിട്ടുണ്ടോ? അത് എപ്പോഴെങ്കിലും സാധ്യമായിട്ടുണ്ടോ? അതൊരിക്കലും സാധ്യമാവുകയില്ല. രാവണന്റെ ഈ ഒരു ഹോമം തിന്മയ്ക്ക് വേണ്ടിയാണ്, ലോകത്തിന്റെ അഹിതത്തിന് വേണ്ടിയായതുകൊണ്ട് ഈ ഹോമം ലക്ഷ്യം പൂർത്തീകരിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സൽക്കർമ്മങ്ങൾ മാത്രമേ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്നൊരു സന്ദേശത്തോടു കൂടി ഇന്നത്തെ